നമ്മൾക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റാറുണ്ട്. അതോടെ നമ്മുടെ കോൺഫിഡൻസും പോകും. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ തെറ്റില്ലാതെ സ്മാർട്ടായി ആർക്കും സംസാരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്സിനെ കുറിച്ചാണ്. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെന്റൻസസ് നോക്കിയേ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഐ നോ ഇംഗ്ലീഷ് ആണോ? ഐ എം നോയിങ് ഇംഗ്ലീഷ് ആണോ? ഐ നോ ഇംഗ്ലീഷ് ആണല്ലേ. ഇത്തരത്തില് നോ, ലൈക്ക്, അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, വോണ്ട്, നീഡ് എന്നിങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. അത് നമ്മൾ സാധാരണ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാറില്ല. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇത്തരം വേർബിന്റെ കൂടെ ing ചേർത്ത് സാധാരണ യൂസ് ചെയ്യാറില്ല. ഇത്തരം വേർബ്സിനെ നമ്മൾ സ്റ്റേറ്റീവ് വേർബ്സ് എന്നാണ് പറയുക. എന്നാൽ എല്ലാ സിറ്റുവേഷനിലും സെയിം അല്ല കേട്ടോ, എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എല്ലാം നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സെന്റൻസ് ഏതാണ്? ഐ നോ ഇംഗ്ലീഷ്. അതുപോലെ നോക്കിയേ, ഐ വെന്റ് ടു ഓഫീസ് യെസ്റ്റർഡേ, ഐ ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ. ഇതിലേതാ ശരി? വെന്റ് ആണോ ഗോ ആണോ വരിക? ഇവിടെ യെസ്റ്റർഡേ എന്നൊരു വേർഡ് തന്നിട്ടുണ്ട് അല്ലെ, ഇന്നലെ. ഇത്തരത്തില് യെസ്റ്റർഡേ, പ്രീവിയസ് ഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് എന്നിങ്ങനെയുള്ള വേർഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെർബ് സിമ്പിൾ പാസ്റ്റിലാണെന്നാണ്. അതായത് V2, കഴിഞ്ഞു പോയത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെർബിനെ പ്രസന്റ് ടെൻസിലല്ല എഴുതുന്നത്, പാസ്റ്റ് ടെൻസിലാണ്. ഐ വെന്റ് ടു ഓഫീസ് യെസ്റ്റർഡേ. ഇന്നലെ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഐ വെന്റ് ടു ഓഫീസ് യെസ്റ്റർഡേ എന്നാണ്. അടുത്ത സെന്റൻസ് നോക്കാം. എനിക്ക് തലവേദനയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ തല വേദനിക്കുന്നുണ്ട്, ആ ഒരു സെൻസിൽ. അപ്പൊ നമ്മൾ എന്ത് പറയണം? മൈ ഹെഡ് ഇസ് പെയിനിങ് എന്ന് പറയണോ? ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറയണോ? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് മലയാളത്തിൽ നിന്നും നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അത്തരത്തിലുള്ള സെന്റൻസ് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൻ്റെതായ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മൈ ഹെഡ് ഇസ് പെയിനിങ് എന്നുള്ളത് റോങ് ആണ്. പകരം ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്നതാണ് കറക്റ്റ് സെന്റൻസ്. ഐ വിൽ കം ടുമോറോ ഓൺലി, ഐ നോ ഹിം ഓൺലി, ഐ ലൈക്ക് ഇംഗ്ലീഷ് ഓൺലി, ഹി ഈസ് മൈ ഫ്രണ്ട് ഓൺലി. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എല്ലാ സെന്റൻസിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഓൺലി എന്നൊരു വേർഡ് ഉണ്ടല്ലേ. ഇന്ത്യൻ ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലും കാണുന്ന ഒരു വേർഡാണ് ഓൺലി. ആവശ്യമുള്ള സ്ഥലത്തും ഇല്ലാത്തടത്തും സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഓൺലി. ചില സിറ്റുവേഷൻസിലെ സെന്റൻസ് സ്ട്രക്ചർ പോലും നോക്കാതെയാണ് ഓൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ വിൽ കം ടുമോറോ, ഐ നോ ഹിം, ഐ ലൈക്ക് ഇംഗ്ലീഷ്, ഹി ഈസ് മൈ ഫ്രണ്ട് എന്നെല്ലാം പറഞ്ഞാൽ മതി. അതെല്ലാം അർത്ഥം മാറ്റി പറയണമെങ്കിൽ ഓൺലി എന്ന വേർഡിന് ഒരു സെന്റൻസിൽ ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പൊതുവേ ഉള്ള തെറ്റാണ് ഓൺലി എന്ന വേർഡ് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഓൺലി പറയണമെങ്കിൽ ഐ ഹാവ് ഓൺലി 50 rupees, ഹി ഈസ് ഓൺലി 5 years old എന്നൊക്കെയാണ് സാധാരണ നമ്മൾ പറയുന്ന സിറ്റുവേഷൻസ്. മാത്രമല്ല, ഇഫ് ഓൺലി ഡസൻ ലിമിറ്റ് സംതിങ്, അവിടെ ഓൺലി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ചില സിറ്റുവേഷൻസിൽ എംഫസിസ് ചെയ്യാൻ വേണ്ടി ഓൺലി നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു സെൻസിലാണെങ്കിൽ ഓക്കെ. അതല്ലാതെ എല്ലാ സെൻസിലും ഓൺലി പറയാ എന്നുള്ളൊരു ടെൻഡൻസി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഷീ ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രോബ്ലം, ഷീ ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രോബ്ലം. നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുത്തുന്ന മറ്റൊരു വലിയ തെറ്റാണ് പ്രപ്പോസിഷൻസ്. പല സ്ഥലത്തും ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ്, അതും നമുക്ക് കാണാൻ സാധിക്കും. ഷീ ഡിസ്കസ്ഡ് അബൌട്ട് ദി പ്രോബ്ലം. ഇവിടെ അബൌട്ടിന്റെ ആവശ്യമില്ല. നോക്കിയേ, ഡിസ്കസ്ഡ് ഇറ്റ് സെൽഫ് ഇൻക്ലൂഡ്സ് ദ ഐഡിയ ഓഫ് അബൌട്ട്. അതുകൊണ്ട് തന്നെ ഷീ ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രോബ്ലം എന്ന് പറയണ്ട, ഷീ ഡിസ്കസ്ഡ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മതി. ഇത് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. I'll return back tomorrow, I'll return back tomorrow. എന്താ ഇവിടുത്തെ മിസ്റ്റേക്ക്? ബാക്ക് ആണല്ലേ. ഇതിനു പകരം I'll return tomorrow എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ്? റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ ഗോ ബാക്ക് എന്നൊരു സെൻസിലാണ്. പിന്നെ വീണ്ടും ബാക്ക് എന്ന വേർഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ I'll return tomorrow. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ
എല്ലാം ഓർത്തു വയ്ക്കുക എളുപ്പമല്ല. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ബാക്കി പിന്നെ ചെറിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കുകയുള്ളൂ. താങ്ക് യു പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി, മിസ്റ്റേക്സ് ഉണ്ടാകുമെന്ന പേടി കൊണ്ട് സംസാരിക്കാതിരിക്കരുത്. മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ലേണിംഗ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.